എല്ലാം ശരിയാവും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ മലയാളികളെ ഇടതുപക്ഷം സോപ്പിട്ട് വോട്ട് വാങ്ങിയ മാസ് ഡയലോഗാണിത്. ശേഷം ഭരണം പലവട്ടം കയ്യിൽ നിന്ന് പോയപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള ട്രോളുകളും നമ്മൾ മലയാളികൾ ആസ്വദിച്ചിരുന്നു. എന്നാൽ ശരിക്കും LDF വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ശരിയായിട്ടുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ആദ്യം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. 2016 പിണറായി വിജയൻ ഭരണത്തിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ 8 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിൽ ഓടിയിരുന്നത്. എന്നാൽ ഇപ്പോഴത് 57 സ്ഥാപനങ്ങളായി ഉയർന്നിരിക്കുന്നു. അതായത് 2023 കണക്കുകൾ പ്രകാരമാണ് ഈ റിപ്പോർട്ട്. ഈ നേട്ടം അഭിമാനകരം തന്നെയാണ്. ഇത് LDF സർക്കാരിന്റെ ഭരണ മികവല്ലേ എന്നതാണ് ചോദ്യവും. അടുത്തതായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭത്തിന്റെ കാര്യമാണ്. 2016 ഉമ്മൻചാണ്ടി ഭരണത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരുന്ന ലാഭം വെറും 40 കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോഴിത് 880 കോടിയായി ഉയർന്നിരിക്കുന്നു. അതായത് 22 ഇരട്ടിയായി ആ ലാഭം കൂടിയിരിക്കുന്നു എന്ന് പറയാം. ഇനി വിറ്റുവരവുകൾ നോക്കുകയാണെങ്കിൽ 2016 2800 കോടി മാത്രമായിരുന്നു വിറ്റുവരവ് ഉണ്ടായിരുന്നത്. എന്നാൽ 2023 ഇത് 40,774 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇതിലുള്ള LDFന്റെ മികവ് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതും ഓർക്കേണ്ടതുമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ UDF കാലത്ത് പൂട്ടാനും വിൽക്കാനും വെച്ചവയാണ് ഇതിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും എന്നുള്ളതാണ്. ആ സ്ഥാനത്താണ് LDF സർക്കാർ 90,000 കോടി രൂപ മൂലധനവും 1,30,000 പേരുടെ തൊഴിലും സംരക്ഷിച്ച് 17,000 കോടി രൂപ നികുതി നേട്ടവും 880 കോടി രൂപ ലാഭവും കൊയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നയം എന്ന് പറയുന്നത്. കിട്ടിയ കാശിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കോടതിയിൽ പോലും പൊരുതി നേടിയ വെള്ളൂർ ന്യൂസ് പ്രിന്റിനെ പോലും സംരക്ഷിക്കുന്ന LDFന്റെ ബദൽ നയം വിജയകരമായി തന്നെ കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് LDF വരും എല്ലാം ശരിയാകുമെന്ന് അവർ മുൻപ് തന്നെ പ്രഖ്യാപിച്ചത് എന്ന് തോന്നുന്നു. ഇനി നമുക്ക് കേരളത്തിന്റെ GDPയുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. സംസ്ഥാനത്തിന്റെ GDP കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കുതിച്ചുയരുകയാണ് എന്ന് പറയാതെ വയ്യ. 2022-23 11.30 ലക്ഷം കോടിയും 2023-24 കാലയളവിൽ 12.24 ലക്ഷം കോടിയും 2024-25 കാലയളവിൽ 13.11 ലക്ഷം കോടിയുമാണ് കേരളത്തിന്റെ GDP കണക്കുകൾ. ഇനി ആളോഹരി വരുമാനം നോക്കുകയാണെങ്കിൽ 2023-24 3.52 ലക്ഷം രൂപയും 2024-25 3.74 ലക്ഷം രൂപയുമാണ് വരുമാനം. അടുത്തത് നമുക്ക് സംസ്ഥാനത്തിന്റെ സ്വന്തം റവന്യൂ വരവ് എങ്ങനെയൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് സംസ്ഥാന നികുതി വരുന്നത് 51%, നികുതിയേതര വരുമാനം 18%. ആകെ സ്വന്തം വരുമാനം എന്ന് പറയുന്നത് കേരളത്തിന് 69%. അതായത് തനത് റവന്യൂ വരുമാനത്തിൽ വലിയ വർധനവ് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ പിണറായി ഭരണത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലേക്ക് മറ്റു വരവുകൾ എങ്ങനെയാണ് എന്ന് നോക്കിയാൽ കേന്ദ്ര നികുതി വിഹിതം വെറും 14% മാത്രമാണ്. വരുമാന കമ്മി, കടം തുടങ്ങിയത് 17%. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേന്ദ്ര വിഹിതം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടർച്ചയായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന സത്യമാണ്. ഇനി നമ്മൾ റവന്യൂ ചെലവ് നോക്കുകയാണെങ്കിൽ വികസന പദ്ധതികൾക്ക് 49%, ഭരണ ചിലവുകൾക്ക് 13%, മറ്റ് ചിലവുകൾക്ക് 19%, കടം, പലിശ തുടങ്ങിയവയ്ക്ക് 17%, നികുതി പിരിവ്, ചിലവ് എന്നിവയ്ക്ക് 2%. വികസന ചിലവ് റവന്യൂ വരുമാനത്തിന് പകുതിയോളമായി ഉയർന്നിരിക്കുന്നു. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട നല്ല വളർച്ചകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സംസ്ഥാനത്തിന്റെ GDPയിൽ നല്ല അത്യുഗ്രൻ വളർച്ചയാണ് പിണറായി കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ആളോഹരി വരുമാനത്തിലും വളർച്ചയുണ്ടായിരിക്കുന്നു. സ്വന്തം നികുതിയിൽ വലിയ വികസന ചിലവ് മികച്ചത് തന്നെ. എന്തായാലും കടം വാങ്ങിയായാലും സംരംഭകരിൽ നിന്നായാലും നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക രംഗം ചടുലമാക്കുന്നതോടെ സ്വാഭാവികമായും നികുതി നിരക്ക് കൂടാതെ തന്നെ വലിയ തോതിൽ നികുതി വരുമാനം വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൽ. മുൻ വർഷങ്ങളിൽ തന്നെ ഈ തന്ത്രം പരീക്ഷിച്ചു വരുന്നതുമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നികുതി വരവ് ഇരട്ടിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്രം 57,400 കോടി രൂപ വെട്ടിയിട്ടും ട്രഷറി പൂട്ടുമെന്ന ദിവാസ്വപ്നം കണ്ടു നടന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പിണറായി സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുന്നതും.